വയനാട്ടിലെ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് നിരന്തരമായ പ്രശ്നങ്ങളും നിരന്തരമായ പ്രതിസന്ധികളും ജനങ്ങൾക്കുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ പ്രതിസന്ധികൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വിളിച്ച യോഗത്തിൽ പങ്കെടുക്കുകയും അതിൽ ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങൾ നമ്മൾ സമർപ്പിക്കുകയും ചെയ്തു. ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ് മന്ത്രിതല ഉപസമിതി ഇന്ന് വയനാട്ടിൽ വന്നത് എന്ന് പറഞ്ഞു. ജനപ്രതിനിധികളുടെ മീറ്റിംഗ് വിളിച്ചു. ആ ജനപ്രതിനിധികളുടെ മീറ്റിങ്ങിൽ നമ്മൾ കയറുകയും ചെയ്തു. പക്ഷേ അതിൽ പറഞ്ഞ പല തീരുമാനങ്ങളും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്ത യോഗത്തിൽ നമ്മൾ ഉന്നയിച്ച പല തീരുമാനങ്ങളിലും യാതൊരുവിധ നിലപാടും ഇതുവരെ സർക്കാരിന് പറയാൻ പറ്റിയിട്ടില്ല. പ്രത്യേകിച്ച് വനം വകുപ്പ് മന്ത്രിക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. റവന്യൂ വകുപ്പ് മന്ത്രിയും വനം വകുപ്പ് മന്ത്രിയുമാണ് അന്നത്തെ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അന്ന് ഞങ്ങൾ പറഞ്ഞ നിർദ്ദേശങ്ങളുടെ മറുപടി ചോദിക്കുമ്പോൾ അതിൽ 5 കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു, മറ്റുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അത് വയനാട്ടിലെ ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി പങ്കെടുത്തൊരു യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് പോലും തീരുമാനമില്ലാത്ത സാഹചര്യം ഉണ്ടാവുക. അതിനോടൊപ്പം തന്നെ വയനാട്ടിലെ തുടർച്ചയായ ആക്രമണങ്ങളും തുടർച്ചയായ മരണങ്ങളും സംഭവിച്ചതിന് ശേഷം ആ വീട്ടിലൊന്ന് പോയി ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ തങ്കച്ചൻ്റെ വീട്ടിലും ലക്ഷ്മണൻ്റെ വീട്ടിലും അജീഷിൻ്റെ വീട്ടിലും അതിനോടൊപ്പം തന്നെ പ്രജീഷിൻ്റെ വീട്ടിലും പോളിൻ്റെ വീട്ടിലും ഒക്കെ പോയി ആ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ ഇതുവരെ തയ്യാറാവാത്ത സർക്കാർ സംവിധാനങ്ങളാണ് നമുക്കുള്ളത്. പ്രത്യേകിച്ച് വനം വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചയാണ്. അത്തരം രീതിയിലേക്ക് പോകുന്ന വനം വകുപ്പ് മന്ത്രി ഇരിക്കുന്ന യോഗത്തിൽ ഇരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങളുടെ പ്രദേശങ്ങളിൽ നിന്നും വരുന്ന എല്ലാ നിർദ്ദേശങ്ങളും ഞങ്ങൾ അവിടെ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അതിൽ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പറഞ്ഞ തീരുമാനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. അത് നടപ്പിലാക്കുന്നതിന് പകരം വനം വകുപ്പ് മന്ത്രിക്ക് വയനാട്ടിൽ കാലുകുത്തുന്നതിന് വേണ്ടി ഒരു മന്ത്രിതല സമിതി ഉണ്ടാക്കുകയും ആ സമിതി വയനാട് സന്ദർശിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് കേവലം പ്രഹസനമാണ്. പുൽപ്പള്ളിയിലെ ആക്രമണം നടന്ന സമയത്ത് അതിവൈകാരികമായി ജനങ്ങൾ പ്രതികരിച്ച സമയത്ത് ഒരു സർവകക്ഷി യോഗം വിളിക്കാൻ പോലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉത്തരവാദിത്തപ്പെട്ടവരാരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇത് കേവലം ജനപ്രതികളുടെ മേലേക്ക് കൊണ്ടുവന്ന് വെക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ. തൊഴിലുറപ്പ് പദ്ധതിയെ ഉപയോഗിച്ചുകൊണ്ട് വന്യമൃഗശല്യം പരിഹരിക്കുന്നതിനുള്ള ഇടപെടൽ എങ്ങനെ നടത്താം, ഫോറസ്റ്റിനകത്തെ കുളം എങ്ങനെ തൊഴിലുറപ്പ് പദ്ധതി വെച്ച് നന്നാക്കാം, എങ്ങനെ വയനാട് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ പദ്ധതി ചെയ്യാം. ഇത് കേരളത്തിലെ മന്ത്രിതല സമിതി വയനാട്ടിൽ വരുന്നതിന് മുമ്പ് ജില്ലയിലെ മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ചേർന്ന് ജില്ലാ ആസൂത്രണ സമിതിയുടെ നേതൃത്വത്തിൽ 150 കോടി രൂപയുടെ RIDFൻ്റെ പദ്ധതിയിൽ ഒരു പദ്ധതി സമർപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അതിൻ്റെ 3 ഘട്ട യോഗങ്ങൾ ഞങ്ങൾ നടത്തിയവരാണ്. ആ നടത്തിയ ഞങ്ങളോടാണ് ഇപ്പോൾ പറയുന്നത് ഇനി വന്യമൃഗശല്യം പരിഹരിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എങ്ങനെ ഇടപെടാം. ഇവരിടപെടാൻ പറയുന്നതിന് മുമ്പ് ഇടപെട്ടവരായതുകൊണ്ട് ഇനി ഇവരിടപെടാൻ പറയുന്നത് കേട്ടവിടെ ഇരിക്കേണ്ട ഒരു കാര്യവുമില്ല. ഈ കുടുംബങ്ങളുടെ വീട് സന്ദർശിച്ച് ഇവരെ ചേർത്ത് പിടിക്കാത്ത വനം വകുപ്പ് മന്ത്രിയെയും ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ സംവിധാനങ്ങളുടെയും ചർച്ച നടത്തിയിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ളത് കൊണ്ടാണ് ആ ചർച്ചയിൽ ഞങ്ങളുടെ പ്രദേശത്തെ ആളുകളുടെ വികാരം മാനിച്ചുകൊണ്ട് തന്നെ അവർ ഞങ്ങളോട് ഈ സമിതിയുടെ മുന്നിൽ പറയണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളവിടെ അവതരിപ്പിച്ചു. പക്ഷേ ആ കാര്യങ്ങളിൽ പോലും ഒരു നല്ല തീരുമാനമെടുക്കാൻ ഈ സമിതിക്ക് കഴിയില്ല എന്ന് ബോധ്യമായതുകൊണ്ടാണ് പ്രതിഷേധിച്ച് ഞങ്ങൾ ഇറങ്ങി വന്നത്.